ആരിലൊക്കെയാണ് ഈ മൈഗ്രെയിൻ ലക്ഷണങ്ങൾ വളരെ കൂടുതലായിട്ട് കാണാം? ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഏജ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതുവല്ല കൂടുതലായിട്ട് മൈഗ്രെയിൻ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? മൈഗ്രെയിൻ ഏത് ഏജ് ഗ്രൂപ്പിനകത്തുള്ളവർക്കും വരാൻ സാധ്യതയുണ്ടെങ്കിലും ഫീമെയിൽസിലാണ് സാധ്യത കൂടുതലായി കാണുന്നത്. അത് മെയിൽ ഫീമെയിൽ റേഷ്യോ വെച്ച് നോക്കുമ്പോഴത്തേനും പല സ്റ്റഡീസും നാഷണൽ ഇൻ്റർനാഷണൽ ലെവലുള്ള പല സ്റ്റഡീസും നോക്കുമ്പോഴത്തേന് 3:1 റേഷ്യോയിൽ ഫീമെയിൽസിന് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് കാരണം അവരുടെ ഹോർമോണൽ വ്യതിയാനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോഴേക്കും നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അതായത് മൈഗ്രെയിൻ എല്ലാവർക്കും ഒരുപോലെ വരാനുള്ള സാധ്യത എക്സ്പോസ്ഡ് ആണെങ്കിൽ ചിലരിൽ ഇത് വരാനുള്ള നമ്മൾ സെൻസിറ്റീവ് പേഷ്യൻസ് എന്ന് പറയുന്നത് പോലെ ചിലരിൽ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിൽ ഒന്ന് ജനറ്റിക്കൽ കമ്പോണൻസ് ആണ്. നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് മൈഗ്രെയിൻ ഉള്ളവരായിരിക്കാം. അവരിൽ നിന്ന് സ്വാഭാവികമായി അടുത്ത തലമുറയിലേക്ക് മൈഗ്രെയിൻ വന്നെന്നിരിക്കാം. 2 ഹോർമോണൽ വേരിയേഷൻസ്. ഇപ്പോൾ ഹോർമോണൽ വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ പോലുള്ളത് അല്ലെങ്കിൽ ഈ ഫൈറ്റ് ഫ്ലൈറ്റ് ഹോർമോൺസ് ഉണ്ടാവും. അതുപോലുള്ള ഹോർമോണിൻ്റെ വേരിയേഷൻസ് ഈവൻ തൈറോയിഡിൻ്റെ വേരിയേഷൻസ് പോലും മൈഗ്രെയിന് കാരണമായി വന്നെന്നിരിക്കാം. അപ്പോൾ ഈ സ്ത്രീകളിൽ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരിൽ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോൺ പ്രത്യേകിച്ച് ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ വേരിയേഷൻ വരുന്നത് കൊണ്ടാണ്. അവർക്ക് നമുക്കറിയാം ഈവൻ ഒരു മെനാർക്കെ വരുന്ന സമയം തൊട്ട് ഓരോ തവണ വരുന്ന പീരീഡ്സിൻ്റെ സമയത്തും അവസാനം മെനോപാസൽ സ്റ്റേജിൽ വരുമ്പോഴും ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആ ഓരോ അവസ്ഥയിലും ഉണ്ടാകുന്ന സ്ത്രീകളുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ അവരിൽ ഇത് കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലും യങ് ഏജ് ഗ്രൂപ്പിനകത്ത് വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം അവർക്ക് ഫിസിക്കൽ എക്സേഷൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഓവറായിട്ട് എക്സേഷൻ ചെയ്യുന്ന ആൾക്കാരിൽ അത് ജോലി ആവട്ടെ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ആവട്ടെ ഇതേപോലത്തെ ഓവർ എക്സേഷൻസ് വരുന്ന ആൾക്കാർ ഈ പറഞ്ഞ രോഗാവസ്ഥ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമുക്കറിയാം ഈ യങ് ജനറേഷനിനകത്ത് അവർ കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ പലതും ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഓഫീസ് ടൈംസ് ഓവർ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ അവരുടെ ഉറക്കം കുറവായിരിക്കും. അല്ലെങ്കിൽ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഈ ട്രാവലും ഒരുപാട് ഫിസിക്കൽ എക്സേർഷൻ വരുന്ന പല ഘടകങ്ങളും മൈഗ്രെയിൻ ഉണ്ടാക്കാനുള്ള സാധ്യതയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു യങ് ഏജ് ഗ്രൂപ്പ് അതിൽ ഫീമെയിൽസിനാണ് കൂടുതൽ മുൻതൂക്കം വരുന്നു എന്നുള്ളതാണ്. ഈ ആങ്സൈറ്റി അധികമായിട്ടുള്ള ആങ്സൈറ്റി വരുന്നതും നമ്മുടെ മൈഗ്രെയിന് ഒരു കാരണമായിട്ട് വരാറുണ്ട്.